ബൽറാം, രാഷ്ട്രീയ പ്രമേയ വിശകലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്നറിയാൻ സാധിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിധ, ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സുപ്രധാനമാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച നേതാക്കളെല്ലാം തന്നെ ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഠിനമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നു. ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉൾപ്പെടെ കണക്കാക്കിയാണ് പാർട്ടി ഈ വരുന്ന 3 വർഷത്തേക്കുള്ള നയരൂപീകരണത്തിനായുള്ള പാർട്ടി കോൺഗ്രസ് യോഗം മധുരയിൽ ചേരുന്നത്. അതിനു മുമ്പായുള്ള കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയാണ് യോഗം ചേരുന്നത്. ഈ കേന്ദ്ര കമ്മിറ്റി മുന്നിൽ യോഗത്തിൽ പരിഗണിക്കേണ്ട വിഷയങ്ങളുടെ അജണ്ട എന്നുള്ളത് തയ്യാറാക്കുകയാണ് പോളിറ്റ് ബ്യൂറോയുടെ യോഗം നടക്കുന്നത്. അത് പ്രധാനമായും പാർട്ടി കോൺഗ്രസിന്റെ മുന്നോട്ട് പോക്കിന് ആവശ്യമായ പ്രൊസീഡിയം, ഒപ്പം തന്നെ മറ്റ് സബ് കമ്മിറ്റികൾ എന്നിവ തീരുമാനിക്കുക എന്നുള്ളതാണ് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ അജണ്ട. ഇതിൽ പാർട്ടി കോൺഗ്രസ് നാളെ രാവിലെ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായുള്ള ഒരു കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ദേശീയ തലത്തിലെ സാഹചര്യം എന്നുള്ളത് നിയോ ഫാസിസ്റ്റിക് എന്ന ഒരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. അതിനെ മറികടക്കാൻ സ്വതന്ത്രമായി പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ തുടർ നടപടികൾ, അതിനായുള്ള തന്ത്രങ്ങളുടെ ആവിഷ്കാരം, ഒപ്പം തന്നെ കേരളത്തിലൊരു തുടർ ഭരണത്തിന് അത് ഉറപ്പാക്കുന്നതിന് ആവശ്യമായ മറ്റ് തന്ത്രങ്ങൾ അടക്കമുള്ളവ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഈ പാർട്ടി കോൺഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ പുതിയ ജനറൽ സെക്രട്ടറി എന്ന പുതിയ നിരയെ കൂടി എത്തുക, അവരുടെ തെരഞ്ഞെടുപ്പും ഈ പാർട്ടി കോൺഗ്രസിന്റെ അജണ്ടയാണ്. ഇതിനായുള്ള ചർച്ചകളായിരിക്കും പാർട്ടി കോൺഗ്രസിൽ നടക്കുക. വരുന്ന 5 ദിവസവും പാർട്ടി കോൺഗ്രസിൽ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെയായിരിക്കും. ഇക്കാര്യത്തിൽ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണുന്നു എന്നുള്ളതും, ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇടത് രാഷ്ട്രീയത്തിലും ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ സ്വതന്ത്ര ശേഷിക്കൊപ്പം തന്നെ മറ്റ് ഇടത് പാർട്ടികളുടെ ശക്തി കൂടി വർദ്ധിപ്പിക്കാനും കെട്ടുറപ്പ് വർദ്ധിപ്പിക്കാനും ആവശ്യമായ തുടർ നടപടികളും ഈ പാർട്ടി കോൺഗ്രസിന്റെ തുടർച്ചയായി ഉണ്ടാകുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ആർ ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, CPIഎമ്മിലെ പ്രായപരിധി എന്നുള്ള വിഷയം നമ്മൾ കുറച്ചധികം നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ യോഗം സമ്മേളനമൊക്കെ വിളിക്കുമ്പോൾ ഈ പ്രായപരിധി എങ്ങനെയാണ് നടപ്പിലാക്കുക? പ്രായപരിധിയിൽ ആർക്കൊക്കെ ഇളവുണ്ടാകും? പ്രായപരിധി മാനദണ്ഡം നടപ്പാക്കുമ്പോൾ ആർക്കൊക്കെ മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതൊക്കെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. എങ്ങനെയായിരിക്കും പ്രായപരിധി പാർട്ടിയിൽ നടപ്പാക്കുക? ഇളവ് ആർക്കൊക്കെ ഉണ്ടാകും? എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ ശ്രീജിത്ത്? പ്രായപരിധി മാനദണ്ഡം നടപ്പിലാക്കാനായി നേരത്തെ തന്നെ CPIഎം തീരുമാനമെടുത്തിട്ടുള്ളതാണ്. 17-അംഗ പോളിറ്റ് ബ്യൂറോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം 7 പേർ പ്രായപരിധി പിന്നിട്ടവരാണ്. കേന്ദ്ര കമ്മിറ്റിയിലും നിരവധി മുതിർന്ന നേതാക്കൾക്ക് 75 വയസ്സ് പ്രായം പിന്നിട്ടിരിക്കുന്നു. എന്നാൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒറ്റയടിക്ക് 7 നേതാക്കൾ ഒഴിയുന്നത് പാർട്ടിയെ സംഘടനാപരമായും മറ്റും ക്ഷീണിപ്പിക്കുന്ന നടപടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും പ്രായപരിധിയിൽ അടിസ്ഥാനത്തിൽ ഒഴിവാക്കരുത്, മറിച്ച് 1-2 ആളുകൾക്കെങ്കിലും അവരുടെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഇളവ് നൽകണമെന്ന കാര്യം ആലോചനയിൽ പരിഗണിക്കണമെന്ന ആവശ്യം പാർട്ടിക്ക് മുന്നിലുണ്ട്. അക്കാര്യത്തിൽ ഈ പാർട്ടി കോൺഗ്രസിന് മധ്യേ ചേരുന്ന CPIഎമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയായിരിക്കും തീരുമാനമെടുക്കുക. എന്തായാലും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ബൃന്ദ കാരാട്ടിനൊക്കെ അടക്കം ഇളവ് ലഭിച്ചേക്കും എന്ന തരത്തിലുള്ള ശക്തമായ സൂചനകളുണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരത്തെ തന്നെ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ഇളവ് നൽകിയതാണ്. ആ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് എന്നാണ് നേതാക്കൾ നൽകുന്ന വിവരം. ആർ ശ്രീജിത്താണ് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. നേരത്തെ തന്നെ പാർട്ടിയുടെ തീരുമാനം ഇക്കാര്യത്തിൽ വന്നിരുന്നു.